നമ്മളെ വണ്ടി അങ്ങനെ വന്നിട്ടുണ്ട്. വണ്ടി അവിടെ പാർക്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ട്രാവലറാണെന്നാണ് തോന്നുന്നു. എല്ലാവരും മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതാണ് ഗോവേൻ്റെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇതാണ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്, സ്പേഷ്യസ് ആണ്. നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കൺജസ്റ്റഡ് ഒന്നല്ല, നല്ല സെറ്റപ്പിലാണ് കൈകാര്യം ചെയ്തത്. അതെ, ഓട്ടോ ടാക്സികളുണ്ട് ഇവിടെ, കാർ ടാക്സികളുണ്ട്, എല്ലാം സെറ്റാട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. വലിയ ട്രാവലർ കേട്ടോ. 24 സീറ്റ് എത്താൻ തോന്നുന്നു. നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് വണ്ടിയിൽ അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമുക്കിനി ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് റൂമിലേക്ക് ഫ്രഷ് ആകാൻ പോയിട്ട് വേണം ഒന്ന് സെറ്റ് ചെയ്യാൻ. പല്ലൊക്കെ പിന്നെ തേക്കാം. ഫുഡ് ജീവൻ വന്നിട്ടല്ലേ പല്ലേക്കാൻ പറ്റൂ. നമ്മളങ്ങനെ ഹോട്ടലിലെത്തിട്ടോ. രവിരാജ് കഫേ, പ്യുർ വെജ് ഹോട്ടലാട്ടോ. പൂരിയൊക്കെ ഉണ്ടോ. അതാണ് കിച്ചൺ വരുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി, അല്ല ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി. നല്ല സ്പേസ് ഉണ്ട്, സ്പേഷ്യസ് ആണ്. സാറേ ഉണ്ടല്ലോ അവിടെ. ഞാൻ ഓർഡർ ചെയ്ത് പൂരി ഓർഡർ ചെയ്തു കേട്ടോ. പൂരിയും കടലക്കറിയും. കേട്ടോ, നമ്മൾ ഓർഡർ ചെയ്ത പൂരി കടലക്കറി. പിന്നെ സാർ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? കഴിച്ചില്ല. എന്താ കറി? എന്താ? സാമ്പാറോ ഇഡ്ഡലി അല്ലേ? ചമ്മന്തിയും ചമ്മന്തിക്ക് ചമ്മന്തി അല്ലേ? ചട്നി, സോറി, ചട്നിക്കറി. കേരളത്തിലാണ് നല്ലത്. പൂരിയും ചട്നി. പിങ്കാണോ? കഴിച്ചോ കേട്ടോ. നല്ല സോഫ്റ്റ് ആട്ടോ സാധനം. കടലക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. നമ്മുടെ ടേസ്റ്റ് കേട്ടോ, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറം നമുക്ക് ഉള്ളി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പേര് ഉള്ളി
ഇത് കൂടെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് വെജ് ഹോട്ടലാണ്, അതിനകത്ത് ടേസ്റ്റ് ഉണ്ട്. ബാക്കി നമുക്ക് കഴിച്ചിട്ട് കാണാം. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് കേട്ടോ. നല്ല അടിപൊളി ബസ്സാട്ടോ. ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ടൈപ്പ് ബസ് കണ്ടിട്ടുള്ളൂ. കൊള്ളാം, നല്ല ബസ്സാണ് കേട്ടോ. നമുക്ക് വേണ്ടി ലൈറ്റൊക്കെ ഇട്ടുന്നു. നമ്മളിങ്ങനെ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെയും വണ്ടിയിൽ റൂമിലേക്ക് പോകാം കേട്ടോ. റൂമിലെത്തിയ പിന്നെ ഫുഡ് കഴിക്കാനല്ല, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിച്ച് നേരെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. ബാക്കി നമുക്ക് റൂമിലെത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അടിപൊളി വീട്. ഇവിടെ വീടുകളൊക്കെ ഒരു വെറൈറ്റി വീടാല്ലേ. ഒരു ബ്രിട്ടീഷ് ടച്ച് ഉണ്ട് അല്ലെ, ഇംഗ്ലീഷ് ഒരു ടച്ച് ഉണ്ട് വീടുകൾക്കൊക്കെ. കഴിയൂല. മുട്ടുന്നതിന്റെ ദേഷ്യം എന്നോട് നമ്മളങ്ങനെ റൂമിന്റെ അടുത്തെത്തിട്ടാ. നമ്മള് നമ്മളെ റൂംസിന്റെ അടുത്തെത്തി. നമ്മളങ്ങനെ റൂമിലെത്തിട്ടോ. അതാണ് നമ്മളെ ലൊക്കേഷൻ. കേട്ടോ, ഇവിടെ അത്യാവശ്യം സെറ്റപ്പാണ്. പൂളൊക്കെ ഉണ്ട് കേട്ടോ. പൂളൊക്കെ ഉണ്ട് റൂമിൻ്റെ അടുത്ത്. സെപ്പറേറ്റ് പൂളുണ്ട്. ആണ് റൂമിൻ്റെ ഏരിയ വരുന്നത്. റിസോർട്ട് സെറ്റപ്പ് അല്ല, ഒരു ചെറിയൊരു റിസോർട്ട്. നമ്മളങ്ങനെ ഇത് ലൊക്കേഷനൊക്കെ കൊള്ളാം. അങ്ങനെ നമ്മളെ റൂം തുറന്ന് കിട്ടി. ഇതാട്ടോ റൂമിൻ്റെ ഒരു ആംബിയൻസ്. കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ്, പിന്നെ ഒരു ടേബിളുണ്ട്, കിച്ചൺ സ്പേസ് ഇവിടെ ഉണ്ട്, ഒരു ബെഡ് ഇവിടെ ഉണ്ട് കേട്ടോ. AC സെറ്റാണ്, ഫാനുണ്ട് സെപ്പറേറ്റ്. ഇവിടെ നമുക്കൊരു റൂം സെറ്റാണ്. റൂമിൻ്റെ ഏരിയ AC ഉണ്ട്. എന്താ റൂം പോലെ ഉണ്ടല്ലോ ഇത്. റൂം കിച്ചൺ ബാത്റൂം ആക്കിയാണോന്ന് അറിയില്ല. നല്ല വലിപ്പമുണ്ട് റൂം. പിന്നെ നമുക്കിങ്ങനെ കിച്ചൻ്റെ ഓപ്പൺ കിച്ചൺ ആട്ടോ വരുന്നു. പിന്നെ ഇവിടുന്ന് നമുക്ക് അപ്സ്റ്റെയർ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്പേസ് ഉണ്ട്. താഴത്ത് ഒരു റൂമാണുള്ളത്, പിന്നെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൂളുണ്ട്. പിന്നെ അവിടെ ഒരു പാടം പോലുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ വയൽ കാണാം. പിന്നെ അവിടെ പൂളുണ്ട്. 8 മണി വരെ അലൗഡാന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. നമ്മൾ വന്ന വണ്ടി കേട്ടോ. അതാണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്.
ഇത് നമുക്കൊരു വീട് പോലുള്ളൊരു സ്പേസിലാണ് നമുക്ക് ഉള്ളത്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു റൂം, ഇങ്ങനെ ഒരു സ്പേസിലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റൂം കാണാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയ റൂമാണ് കേട്ടോ, അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. ഇവിടെ ഒരു ബാൽക്കണി അവൈലബിൾ ആണ്, നല്ല ബാൽക്കണി ഉണ്ട് കേട്ടോ. ഈ റൂമിൽ ഒരു ബാത്റൂം ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ.